ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വസ്വാഗതം. അതെ, ഇന്ന് രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. കുളിച്ച പാടക്ക് തന്നെ ഇങ്ങ് പോന്നു കേട്ടോ. ഒരു കമൻറ്റിന് മറുപടി കൊടുത്തേക്കാമെന്ന് കരുതി. അപ്പോൾ കമൻറ്റ് ഏതാണെന്നോ അല്ല ഏത് വീഡിയോസിനാണ് കമൻറ്റിന് മറുപടി തരേണ്ടത് എന്നൊന്നും ഞാൻ സെലക്ട് ചെയ്ത് വച്ചിട്ടില്ല. അപ്പോൾ ബൈ വൺ ആയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നിനും കമൻറ്റിനും മറുപടിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ആദ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ സെലക്ട് ചെയ്ത് വച്ചിട്ട് വേണ്ടേ മച്ചാനെ വരാൻ എന്നുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു മച്ചാനെ. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന തംബ്ലൈന് കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ബ്രദർ ചെയ്തത് കണ്ടോ? അത് നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും, ശരിക്കും ഞെട്ടുമായിരുന്നു. കാരണം എന്തുവാണെന്നറിയോ? ഞാൻ പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പലതും പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഗുരുവായൂരിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് ചില സമയത്ത് ഈ മൈഗ്രൈൻ്റെ പെയിൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണുള്ളതെങ്കിൽ നമ്മളവിടെ കയറാറുണ്ട്. ഈ ഗവൺമെൻറ് ആശുപത്രിയിലുള്ള സിസ്റ്റർമാരുടെ ഒരു ചിന്താഗതിയുണ്ട്. നമ്മളെന്തോ ഔദാര്യത്തിന് ചെല്ലുന്നത് പോലാണ്. നമ്മൾ ഔദാര്യത്തിനല്ല, അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാറുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എനിക്ക് നല്ലൊരു അനുഭവം ഉള്ളത്, ആ ഒരു അനുഭവം അതും മോശപ്പെട്ട അനുഭവം അല്ല കേട്ടോ, നല്ലൊരു അനുഭവം ഉള്ളതുകൊണ്ട് ആ ഒരു അനുഭവം പങ്കുവെക്കാമല്ലോ എന്ന് കരുതി, മുടിയൊന്നും കെട്ടിക്കാളുടെ അനുഭവം പങ്കുവെക്കാമല്ലോ എന്ന് കരുതിയിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആരും കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എൻ്റെ അനുഭവം എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ബാഡ് അനുഭവങ്ങളായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എനിക്കുണ്ടായത് ഒരു നല്ലൊരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ പറയും ഞാനൊരു സെലിബ്രിറ്റിയാണ്, മേ ബി അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നുമല്ല. അത് ആ ഒരു ബ്രദർ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് കിട്ടിയ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റിലേക്ക് കിടക്കാം. ആമീസ്, ഞാൻ പോയി ആദ്യം ഒരു മെസ്സേജിനൊരു മറുപടി അങ്ങ് കൊടുത്താളുടെ. മനസ്സിലായില്ല എന്താ പറഞ്ഞത് എന്ന്. ഞാൻ പോയി. നിങ്ങൾ എന്തിനാ എനിക്ക് മെസ്സേജ് ചെയ്ത് എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കിപ്പം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. വെറുതെ കിടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ മറുപടി കൊടുത്തിരിക്കുന്നത്. ഫോട്ടോക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോട്ടോക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക, അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. നിങ്ങൾ പോയാലും വന്നാലും എനിക്കൊരു മണ്ണും പിണ്ണാക്കും ഇല്ല. ലവനാണ് ആള്. ഓൻ പോയോലെ, ഓൻ പണങ്ങിപ്പോയാൽ അപ്പം ഞാൻ എന്താക്കണം? കെട്ടി തൂങ്ങിച്ചാവണോ? അപ്പം നമ്മൾ ആമീസ്, നിനക്ക് റോഷൻ ഡോക്ടറെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. മറക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് മറന്നാൽ ഞാനൊരു പെണ്ണല്ലാതായി പോയില്ലേ? മതം ഇല്ലാത്തവർക്ക് എന്ത് മാലാക? മതം ഇല്ലാത്തവർക്ക് എന്ത് മാലാക എന്നല്ല പറയല്. പൊതുവെ നഴ്സുമാരെക്കുറിച്ച് പറയുന്നൊരു കാര്യം മാലാകമാർ എന്നാണ്, ദൈവദൂതന്മാർ എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ പ്രവൃത്തി എങ്ങനെയാണ്. അപ്പം ഒരു കുഷ്ഠരോഗിയാണ് വരുന്നതെങ്കിൽ പോലും അവർക്ക് ആ ഒരു അറുപ്പും വെറുപ്പും ഇല്ലാതെ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ദൈവദൂതന്മാർ തന്നെയാണ് കേട്ടോ. ആബിദ സിറാജ്, മമ്മൂട്ടിക്ക് എന്താ ഭാഗ്യം, മമ്മൂട്ടിയും ഭാഗ്യമല്ലേ, പോയതൊന്ന് പോടി നാറിയെന്നോ? മമ്മൂട്ടിയും ഭാഗ്യമല്ലേന്നോ? പോയതൊന്ന് പോടിപ്പോയി നാറിയെന്നോ? എനിക്കറിഞ്ഞൂടാ എന്താ മോളെ അബിത മോൾ ഉദ്ദേശിച്ചത്. ഇനി എനിക്ക് വായിക്കാൻ അറിയാനിട്ടാണോ അല്ലെങ്കിൽ ആരുടെ കുഴപ്പമായാലും എനിക്ക് മനസ്സിലായില്ല. ഷബീന ഷമീർ, അയ്യോ ചിരിക്കല്ലേ, ഇനിയും ചിരിക്കും. സിസ്റ്ററാണല്ലേ? അപ്പോൾ ഇതാണ് നമ്പർ 97 46 00 42. ഇതാണ്
പെണ്ണാണോ ആണാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചതാ. എന്താ പൊന്നും മോനെ, നിൻ്റെ വീഡിയോ സഹിതം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും കാണും. നിർത്തുന്നതായിരിക്കും നല്ലത്. നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്: 97 എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മോൻ്റെ അടുത്ത് ഇത് എത്തും കേട്ടോ. അതുകൊണ്ട് മോമെല്ലാം ഇത് നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. അപ്പം രണ്ടിനുള്ള മറുപടിയായി. അയ്യോ ചിരിപ്പിക്കല്ലേ. എന്താ ഷബാന ഷമീർ. ഇത് എന്നെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർ നിരന്തരം ഒരേ ആൾക്കാർ തന്നെ ആയിട്ട് എന്നെ വാച്ച് ചെയ്യുന്ന പുതിയതാരും വരുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി? ഏകദേശം 70,000 ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. എന്നിട്ടും ഈ കണ്ടവർ മാത്രം ഇങ്ങനെ പുറത്ത് ഞാൻ തുളസി നുള്ളിയ സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ സൗണ്ടാണ്. സെലീന, ആർക്കും ഇഷ്ടമില്ല സെലിബ്രിറ്റി. ആർക്കും ഇഷ്ടമില്ലാത്ത സെലിബ്രിറ്റി. ആരും ഇഷ്ടപ്പെടണ്ട. ഞാൻ ആരോടോ ഇഷ്ടപ്പെടാൻ പറഞ്ഞോ? ഞാൻ സെലീനോട് പറഞ്ഞോ ഇഷ്ടപ്പെടാൻ? സെലീന എന്നെ ഒന്നും ഇഷ്ടപ്പെടൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടേ നീ അങ്ങനെ പറഞ്ഞാൽ മതി. JSK എന്താ ചളി പ്രീതിന്നോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിയുന്നത് നിങ്ങൾ മലയാളത്തിൽ അയക്കാൻ ശ്രമിക്കുക. അമ്പിളി, എല്ലാവരും പർദ്ദ വാങ്ങിക്കോ, ഇവൾ അതും ഇനി വിൽക്കാൻ നടക്കും. യെസ്, ഞാൻ പർദ്ദ വാങ്ങി വിൽക്കും അമ്പിളി. പർദ്ദക്ക് എന്താ കുഴപ്പം? ഞാൻ പർദ്ദ ഇട്ട് ഇവരുടെയൊക്കെ വിചാരം ഞാൻ വിശ്വാസം കൊണ്ടാണ് പർദ്ദ ഇടുന്നതാണ്. ഞാൻ വീട്ടിൽ ചിലപ്പം നൈറ്റ് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ പർദ്ദ എടുത്തിട്ട് ഞാൻ ഒരു ചുമരിൽ താങ്ങിയിട്ട് അങ്ങ് പോയാൽ സോ സിമ്പിൾ. ചിലർ പറയൂ, ചിലർ പറയുന്നല്ല, എൻ്റെ അനുഭവമാണ്. ബസ് കയറിയുണ്ടാവും എൻ്റെ പൊന്നാര മക്കളെ, ചില ലെവളുമാർ പർദ്ദയിട്ട് വരും, കുറച്ച് അത്തറും പൂശിയിട്ട് തിരുമ്പിയില്ല കുളിക്കുകയില്ല എന്ന് തോന്നുന്നു ഇവന്മാർ. എന്നാ നാറ്റാന്നറിയാം. പക്ഷെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി കിടന്ന അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ ആ പർദ്ദ കഴുകി വെക്കാറുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് ഈ പറഞ്ഞതുമാതിരി എനിക്ക് എന്തെങ്കിലും പറഞ്ഞതുപോലെ ട്രിപ്പ് എന്തെങ്കിലും കയറ്റാനുണ്ടാവും. അപ്പോൾ പർദ്ദയാകുമ്പോൾ നമ്മളെ ഫുൾ ബോഡി കവർ ചെയ്യും. അപ്പോൾ നമ്മളെ ശരീരത്തിലെ അണുക്കളൊന്നും പറ്റി കയറൂല. അതും ഒരു കാര്യം കേട്ടോ. ജാബിർ, എവിടുന്നാ പർദ്ദ വാങ്ങിയത്? ഇതിപ്പോൾ പർദ്ദയുടെ പരസ്യമായല്ലോ. ബ്രദർ എന്നാ പറഞ്ഞത്, പർദ്ദ എന്നല്ല. ബ്രദർ എന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ നഴ്സുമാരെ സിസ്റ്റർ എന്നും വിളിക്കും, ആണുങ്ങൾ നഴ്സുമാരെ ബ്രദർ എന്നും വിളിക്കും. അല്ലാതെ പർദ്ദയല്ല, ബ്രദർ. മുജീബ്, എല്ലാം സഹിക്കാം, ആ ഇംഗ്ലീഷ് മാത്രം. മറ്റേ ഇവള് ഒരു സിനിമ പറയുന്നില്ലേ, ഐ ആം ഇൻ ദി സീ. യെസ്, ഐ ആം ഇൻ ദി സീ. ഓക്കെ. ജംഷി സിറാജ്, ഞാൻ എന്നെ തന്നെ വിളിക്കും സെലിബ്രിറ്റിന്ന്. യാ, ഓഫ് കോഴ്സ് ഐ ആം സെലിബ്രിറ്റി. ഈ ജംഷി സിറാജെ 2016 എന്നടിച്ചു നോക്കൂ. ഓൾ ഇന്ത്യൻ ഏതൊക്കെ ഭാഷയുണ്ടോ, ഓൾ ഇന്ത്യൻ എന്ന് പറയണ്ട, ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷയിലൊക്കെ ഇന്ത മുഖം അന്ത ന്യൂസ്ക്ക് വന്നാച്ച്. തമിഴ് ഇംഗ്ലീഷിലെ നിങ്ങൾക്ക് പിടിക്കാത്തതുള്ളൂ. തമിഴ് പൊരുമാ അനാ ഇന്ത മൂഞ്ചി ഇല്ലേ. 2016 തൊട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഭാഷയ്ക്ക് എന്താ തമിഴ് പറയുക, ഭാഷ തന്നെയല്ലേ, ഭാഷയിലും വന്നാച്ച്. അന്ത ഭാഷയൊക്കെ ഒന്ന് പേസാതെ വരെ പറയാം. പഠിക്കട്ടുമാ എന്നാണ്, എന്നാൽ പഠിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ദിലീപ് കുമാർ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. ഷാഹിദ, നീ സെലിബ്രിറ്റിയാണോ? പിന്നെയും ചോദിക്കുന്നു. ആസ് എ സെലിബ്രിറ്റി, യെസ്. ഇനി സെലിബ്രിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ പേരൊന്ന് അടിച്ചിട്ട്
ന്യൂസിൽ വന്നപ്പോൾ ഇത് കണ്ടോനെ പിടിച്ചു പറിച്ചതോ ഒന്നല്ല കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ട്വിറ്ററിൽ ജസ്ന സലീം എന്ന് കുറിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റി ആയിരിക്കുമല്ലോ. അഹങ്കാരം ഭയങ്കര അഹങ്കാരിയാണ് ഞാൻ. പോയിരുന്നു. ഷാഹിദ എന്താ ആരിനെ എവിടുന്നാ പോയെന്നോ മോളെ മനസ്സിലാകുന്നില്ല കുഞ്ഞെ. പിന്നെ പാവം കണ്ണനെ ഇല്ലാതെ ആക്കിയതുപോലെ എല്ലാം വസ്ത്രത്തെയും കളിയാക്കുന്നു. ഞാൻ പർദ്ദ ഇട്ടപ്പോഴേക്ക് പർദ്ദയെ കളിയാക്കി. ഇനി വിടും പർദ്ദ. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പർദ്ദ ഇട്ടിട്ടേ വരും. ഉച്ചക്ക് എന്താഴയും മൈമൂനിൻ്റെ മോളെ ചെയ്യാ. മൈമൂനിൻ്റെ മോളെ ഷാഹിദേ എന്താ ചെയ്യാ. മയിലാടും കുന്നിൽ നീ പിറന്നു എൻ്റെ മൈമൂന താത്താൻ്റെ മോളായി. മയിനാടും കുന്നിൽ പിറന്നത് നമ്മളെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. ഹനിയ മെഹറിൻ ഡെത്ത് മരണം തന്നെയാണ്. ഞങ്ങൾക്ക് ഡെപ്ത് ആണ് ആഴം. ആരെങ്കിലും ചോദിച്ച് പഠിക്ക്. നീ പറഞ്ഞത് ശരിയാണ്. ഡെത്ത് മരണമാണ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴത്തിലേക്കാണ്. ഈ മരണത്തെ ഉദാഹരണമായിട്ട് പറയുക എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് ലാസ്റ്റ് ഘട്ട ഒരു ജീവിതത്തിൻ്റെ അവസാന സമയമാണ്. അല്ലെ അവസാനം നമ്മളിപ്പോൾ ഒരു കവിത എഴുതുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റാണ് ലാസ്റ്റത്തെ ഒരു കുത്തിടുന്നില്ലേ, അതിന് മരണം എന്ന് പറയും. അതാണ് ഞാൻ ഡെത്ത് എന്ന് പറയുന്നത്. ഇത് നീ പറഞ്ഞത് ഇതാണ് എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നവരാണ്. ഡെപ്താണെന്നും ഡെത്ത് രണ്ടും രണ്ടാണെന്നുള്ളത് എനിക്ക് നിന്നെ അറിയാം കേട്ടോ. പിന്നെ മെഹറിൻ തന്നെ മോളെ നഴ്സ് ബ്രദറോ എനിക്ക് വയ്യാന്ന്. അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. നഴ്സുമാർ ലേഡീസ് ആണെങ്കിൽ നമ്മൾ സിസ്റ്ററെ എന്ന് വിളിക്കും. അതേ സമയത്ത് ഈ നഴ്സുമാർ പുരുഷന്മാരുണ്ടാവും, അവരെ നമ്മൾ ബ്രദറെ എന്നാ വിളിക്കുക. അവരെ പോയിട്ട് നമ്മൾ സിസ്റ്ററെ എന്ന് വിളിക്കുമോ? ഒരാൺകുട്ടി ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ സിസ്റ്ററെ ഒന്ന് വരുമോ എന്ന് പറയുമോ? അപ്പം നമ്മൾ പറയുന്ന പേരാണ് ബ്രദറെ എന്ന്. ഈ ബ്രദർമാരാ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വളരെ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ബ്രദർമാരാ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. ഞാൻ ബ്രദർമാരെ കണ്ടിട്ടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം കേട്ടോ. ഷാഹിദ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇവൾക്ക് കമൻ്റ് ഇടുമ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് അതൊരു കമൻ്റ് ആക്കി വേറെ വീഡിയോ ആയി വരും. എന്നാൽ നമ്മുടെ കമൻ്റ് അതുപോലെ വായിക്കാൻ അറിയോ? അതുമില്ല. നമ്മൾ പറയുന്നത് അവൾ വായിക്കുന്നത്, നമ്മൾ പറയുന്നതല്ല അവൾ വായിക്കുന്നത് എന്ന് ആണ് ഉദ്ദേശിച്ചത്. എനിക്ക് മംഗ്ലീഷ് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പറ്റാത്തത് തന്നെ ഞാൻ പറയൂ. അല്ലാണ്ട് എനിക്ക് പറ്റുന്നതെന്നും പറ്റാത്തതെന്നും പറയും. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ കമൻറ്റിന് മറുപടി കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് എല്ലാത്തിനും താഴെ കുത്തിരുന്ന് ഇങ്ങനെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ എനിക്ക് ഇവിടെ വേറെയും പണിയുണ്ടേ. ആസ് എ സെലിബ്രിറ്റി. ഷനീദ് എസ് എൻ്റെ എനിമിയുടെ പേരാട്ടോ. നീ മുസ്ലിം അല്ല എന്ന് പറയുന്നു. ഈ വേഷം ഇസ്ലാം മതം പവിത്രമായി കരുതുന്ന വേഷമാണ്. അത് അശുദ്ധിയാക്കല്ലേ. പിന്നെ പർദ്ദ ഇസ്ലാം മതാട്ട് പുണ്യാഹം തളിച്ച് കൊണ്ടുകൊണ്ടെടുക്കുന്ന സാധനമാണല്ലോ. അന്ന് പോടാ ഷനീദ്. ഇനി എൻ്റെ ഉമ്മ നദീറനെ പോയി പഠിപ്പിച്ചാൽ മതി, അല്ലാണ്ട് ഇന്നെ പോയി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല
അടുത്തത് ഷെനീത് തന്നെ കേട്ടോ. എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ആക്കിയല്ലേ ജസ്ന? കമൻറ്റിന് മറുപടി പറയണ്ട എന്ന് വിചാരിച്ചതാണോ ഡിലീറ്റ് ആക്കുന്നത്? ഞാൻ തെറിയൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിൻ്റെ കമൻറ്റ് എവിടെയാടാ ഷെനീത്തെ? സോറി, ഷെനീതല്ല, സീനത്താ. എനിക്കാണ് ഷെനീത്തിൻ്റെ ഒരൊറ്റ ഓർമ്മയുള്ളൂ. ഞാൻ ഇവിടെ ഈ സീനത്ത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൻ്റെ അകത്തും സീനത്ത് ഇതേ സെയിം സംഭവം ഇട്ടിട്ടുണ്ട്. ഞാൻ അവളുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു പോലും. എന്നെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാനാണേ ഒരു പാവം. എന്തൊരവസ്ഥയാണെന്നറിയോ? ചന്ദ്രൻ കുറേ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഷബീന, അസുഖം എല്ലാവർക്കും വരുമെടി എന്നാട്ടോ ഉദ്ദേശം. പക്ഷേ നിനക്കൊക്കെ അസുഖം ചാവുന്നത് തന്നെയടി നല്ലത്. വെടിച്ചി. ഓക്കെ, ഞാൻ ചത്തോളാം. റീത്തുമായിട്ട് വരണേ. റീത്തിനൊക്കെ ഭയങ്കര പൈസയാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലല്ല. നമ്മൾ പുറത്ത് കാണുമ്പം ഒരു റൗണ്ടിലുള്ളൊരു സാധനം, പക്ഷെ അവിടെ പോകുമ്പോൾ 1000-1500 റുപ്യൊക്കെ പറയുക. അതെൻ്റെ കയ്യിൽ മുടക്കാനുള്ള സമയത്ത് ഞാൻ മരിച്ചിവിടെ കിടക്കാം കേട്ടോ. ചത്തവിടെ കിടക്കാം. നീ വന്ന് എന്നെ റീത്ത് വെച്ചിട്ട് പോയാൽ മതി. പിന്നെ കുറേ സ്മൈലി അയച്ചിട്ട് നിൻ്റെ ഫാൻസ് ആയിരിക്കും, സെലിബ്രിറ്റി ആണല്ലോ. വെടിച്ചി. ഞാൻ സെലിബ്രിറ്റി ആണോ അല്ലയോ എന്നുള്ളത് സമൂഹം തീരുമാനിക്കട്ടെ, അല്ല ആരെങ്കിലും തീരുമാനിച്ചോട്ടെ. പക്ഷെ നിൻ്റെ സംസ്കാരം എന്ത് എന്നുള്ളത് എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നല്ലേ. വെടിച്ചി ഷബീന, നീ വെടിച്ചിയാണെങ്കിൽ നിന്നെപ്പോലെ തന്നെ വെടിച്ചിയാണ് മറ്റുള്ളവരും എന്ന് നീ നിർബന്ധം പിടിക്കാൻ പാടില്ല കേട്ടോ. നീ നിർബന്ധം പിടിക്കേണ്ടത് നിൻ്റെ കെട്ടിയോൻ്റെ അടുത്ത് മാത്രമാണ്. അല്ലേ നീ വീട്ടിൻ്റെ അടുത്ത് വിളിക്കുന്ന ദിവാകരേട്ടൻ്റെത് മാത്രമാണ് കേട്ടോടി വെടിച്ചി. രശ്മി മനോജ് കുമാർ, സോറി. വലിയ സെലിബ്രിറ്റി അല്ലേ? ഇവരൊക്കെ എങ്ങനെ? ഞാൻ സെലിബ്രിറ്റി തന്നെ. ഇനി നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങക്ക് തെളിവല്ലേ മണ്ടി? തെളിവ് കിട്ടിയ ഞങ്ങളൊക്കെ മിണ്ടാണ്ടിക്കല്ലോ. നരേന്ദ്ര മോദി എന്ന് പറഞ്ഞിട്ടുള്ള ട്വിറ്ററിന് എന്നെക്കുറിച്ച് പോസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ഒരു സെലിബ്രിറ്റി അല്ലേ? ആണല്ലോ. അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ? അച്ചൂസ്, എന്നാടി ചാവുന്നത് അടുത്തുണ്ടാവുമോ? അത് പൊന്നാരൻ്റെ അച്ചൂസേ, നീ ഒരു കാര്യം ചെയ്യും. ഞാൻ കാലൻ്റെ നമ്പർ തന്നേക്കാം, നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. ഈ അടുത്തെങ്ങാണ്ടും എൻ്റെ ചാവ് നടക്കുമോ എന്നുള്ളത്. നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പെട്ടെന്നുണ്ടാവും. അല്ലാത്ത പക്ഷം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കുഞ്ഞേ. കാരണം ഈ ചാവിൻ്റെ കാര്യം നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കേസാണ്. അതുകൊണ്ടാണ് കുട്ടിയെ ഒരു 1 സെക്കൻഡ്. നീ ഇംഗ്ലീഷാണ് സഹിച്ചുകൂടാത്തെന്ന് പറയും. 1 സെക്കൻഡ് ഒരു കോൾ ചെയ്താളുടെ. എനിക്കിങ്ങോട്ട് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 1:30 ആകുമ്പോഴേക്കാ? എന്നാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ഉള്ളിയേരിത്തട്ടോളം പോകണം, ഒന്ന് കോഴിക്കോട് തെട്ടോളം പോകണം. ഉള്ളിയേരിത്തട്ടോളം പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ഇടാം. കോഴിക്കോട് പോകുന്നത് ചെറിയൊരു പർച്ചേസിങ്ങിനാണ്. അതെന്താ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്രേ ഈ വീഡിയോസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കമൻറ്റിന് മറുപടി ഈ ഇട്ടോലി തന്നെ ഇങ്ങനെ ഇടില്ലേ. നിങ്ങളിങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാതെ നിങ്ങൾ മറുപടി വേറെ പുതിയ ആൾക്കാരൊക്കെ ഇടിക്കും. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ നിങ്ങൾ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് കളിയാക്കുക. ഞാൻ സെലിബ്രിറ്റി തന്നെയാണ്. ഞാൻ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അസൂയക്ക് മാത്രമേ മരുന്നില്ലാത്തുള്ളൂ. കഷണ്ടിക്ക് 1.5 ലക്ഷം കൊടുത്താൽ ഇപ്പം മൂടി വെച്ച് തരും തലയിൽ. അസൂയക്ക് മാത്രമേ ഇപ്പം മരുന്നില്ലാത്തുള്ളൂ. ഏതായാലും ഞാൻ പോകാനൊക്കെ റെഡിയായി നിൽക്കുക. ഇനി ഒന്ന് മൂട്ടി കൊതി മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ള വേറെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നുമില്ല. വേറൊരു വീഡിയോസിന് മറുപടിയായിട്ട് ഞാൻ വീണ്ടും പിന്നെ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് കോഴിക്കോട് പോയിട്ട് വരട്ടെ. ഉള്ളിയേരി പോകുന്നത് എന്തിനാണെന്നുള്ള മെയിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സലീം. പെട്ടെന്ന് കമൻറ്റ് ഇടണേ, മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്.